ബാത്റൂംസിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചില ആളുകൾ പറയുന്നത് കേൾക്കാം, മോർണിംഗ് സ്റ്റാർട്ട്സ് ഇൻ വാഷ്റൂം ആൻഡ് ഡേ എൻഡ്സ് ഇൻ വാഷ്റൂം അല്ലേ, അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്രൈവറ്റ് സ്പേസായി മാറി. അപ്പോൾ ഈ ഇത്രയും വർഷങ്ങളുടെ ഉള്ളിൽ ഈ ഒരു ബാത്റൂം ഡിസൈൻ ചെയ്യുമ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ബാത്റൂം നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. നേരത്തെ പറഞ്ഞില്ലേ, രാവിലെയും രാത്രി മാത്രമേ, ചിലപ്പോൾ ഉച്ചയ്ക്ക് പോകുന്ന ആളുകളുണ്ട്. പക്ഷെ പോകാന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ സമാധാനത്തോടെ ഇരിക്കേണ്ട സ്ഥലമാണ്. ബെഡ്റൂം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്പേസാണ് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരാൾ ആഗ്രഹിക്കുന്നത്, കൺജഷൻ ഇല്ലാതെ ഒരു സഫോക്കേഷൻ ഇല്ലാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റും. ഇപ്പോൾ ക്ലോസറ്റിൻ്റെ മുകളിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോൾ സയൻറ്റിഫിക് ആയിട്ട് എൻ്റെ ഹൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊരു സെൻറ്റിമീറ്റർ കൂടുകയോ കുറയോ ചെയ്താൽ കംഫർട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പഴയ കാലത്ത് പറമ്പിൽ കിണറിൻ്റെ ചുറ്റും പോയിട്ട് ബ്രഷ് ചെയ്ത് പുറത്തേക്ക് നോക്കിയിട്ട് അയൽവാസിനെ നോക്കിയിട്ട് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിലൊരു ഹാപ്പിനെസ്. അത് ഗ്രീനറി കാണുക, ഓപ്പൺനെസ്സിലേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ടോയ്ലറ്റ്സ് എപ്പോഴും ഓപ്പൺ ആക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ് നോക്കിയിട്ട് ഒരാളുടെ അഫോർഡബിലിറ്റി അനുസരിച്ചിട്ട് അത് സ്മാർട്ട് ഗ്ലാസ് ആക്കുകയോ മാനുവൽ ആക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്.